നമസ്കാരം സുഹൃത്തുക്കളെ, സ്പോർട്സ് പിച്ചിലേക്ക് ഏവർക്കും സ്വാഗതം. ക്രിക്കറ്റ് ലോകം ഇന്ന് ഒന്നടങ്കം ഒരു പേര് ജപിക്കുകയാണ്: സഞ്ജു വിശ്വനാഥ് സാംസൺ. IPL 2026 സീസണിന്റെ തുടക്കത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ആരാധകർ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടിരുന്നത് ഒന്നിനെ മാത്രമായിരുന്നു: MS ധോണി എന്ന ഇതിഹാസം വിക്കറ്റിന് പിന്നിലല്ലാത്ത ഒരു ചെന്നൈ ടീമിനെ ചിന്തിക്കാൻ പോലും മഞ്ഞപ്പടയുടെ ആരാധകർക്ക് സാധിക്കുമായിരുന്നില്ല. ഫിറ്റ്നസ് പ്രശ്നങ്ങളും തള്ളവിരലിനേറ്റ കനത്ത പരിക്കും കാരണം തല ഈ സീസണിലുടനീളം കളത്തിനു പുറത്തായിരുന്നു. എന്നാൽ ആ പ്രതിസന്ധി ഘട്ടത്തിലാണ് ചെന്നൈ മാനേജ്മെന്റ് തങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ആ തന്ത്രപരമായ നീക്കം നടത്തിയത്. അവർ സഞ്ജു സാംസണെ മഞ്ഞക്കുപ്പായത്തിൽ എത്തിച്ചു. ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റർ എന്ന നിലയിൽ സഞ്ജു ചെന്നൈയിലെത്തുമ്പോൾ റൺസ് അടിക്കുമെന്ന പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ടായിരുന്നു. എന്നാൽ MS ധോണിയുടെ വിക്കറ്റ് കീപ്പിംഗ് സാമ്രാജ്യം സഞ്ജു ഇത്രമേൽ മനോഹരമായി ഭരിക്കുമെന്ന് ആരും സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല. ധോണിയുടെ 13 വർഷം പഴക്കമുള്ള റെക്കോർഡുകൾ തകർത്തു തരിപ്പണമാക്കിക്കൊണ്ട് സഞ്ജു സാംസൺ ചെന്നൈയുടെ കാവൽമാലാഖയായി മാറിയ ആ സുവർണ കഥ നമുക്ക് വിശദമായി പരിശോധിക്കാം. CSK ആരാധകരെ സംബന്ധിച്ച് MS ധോണി എന്നത് വെറുമൊരു കളിക്കാരനല്ല, അവരൊരു വികാരമാണ്. അതുകൊണ്ട് തന്നെ പരിക്കിന്റെ പിടിയിലായി ധോണി ടീം ഫോട്ടോ ഷൂട്ടുകളിലും ടാഗ് ഔട്ടിലെ മെന്റർഷിപ്പിലും മാത്രമായി ഒതുങ്ങിയപ്പോൾ ഗാലറിയിൽ വലിയൊരു ശൂന്യത അനുഭവപ്പെട്ടു. ചെന്നൈയുടെ ആ മഞ്ഞക്കടലിനെ ശാന്തനാക്കാൻ, വിക്കറ്റിന് പിന്നിൽ നിന്ന് കളി നിയന്ത്രിക്കാൻ ആര് വരുമെന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഉണ്ടായിരുന്നുള്ളൂ: കിങ് സഞ്ജു. രാജസ്ഥാൻ റോയൽസിന്റെ നായക സ്ഥാനം വിട്ട് ചെന്നൈയുടെ തട്ടകത്തിലേക്ക് സഞ്ജു എത്തുമ്പോൾ വലിയൊരു പരീക്ഷണമായിരുന്നു അദ്ദേഹത്തിന് മുന്നിൽ. ലോകത്തിലെ ഏറ്റവും മികച്ച വിക്കറ്റ് കീപ്പർ ബാറ്ററുടെ ഗ്ലൗസുകളാണ് തനിക്ക് അണിയേണ്ടി വരിക എന്ന ബോധ്യം സഞ്ജുവിനുണ്ടായിരുന്നു. എന്നാൽ സമ്മർദ്ദങ്ങളെ പുഞ്ചിരിയോടെ നേരിടുന്ന സഞ്ജു ആ വെല്ലുവിളി ഏറ്റെടുത്തു. അദ്ദേഹം വിക്കറ്റിന് പിന്നിൽ ഗ്ലൗസ് അണിഞ്ഞു. മൈതാന മധ്യത്തിൽ ഋതുരാജിന് തന്ത്രപരമായ പിന്തുണ നൽകി എല്ലാറ്റിനും ഉപരിയായി മഞ്ഞക്കുപ്പായത്തിൽ ബാറ്റിംഗ് വിസ്മയമായി മാറി. ഈ സീസണിൽ സഞ്ജു സാംസൺ കുറിച്ച ഏറ്റവും വലിയ റെക്കോർഡ് ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിക്കുന്നതാണ്. IPL ചരിത്രത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനായി ഒരു സിംഗിൾ സീസണിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന വിക്കറ്റ് കീപ്പർ എന്ന റെക്കോർഡ് ഇനി MS ധോണിക്കല്ല, അത് നമ്മുടെ സ്വന്തം സഞ്ജു സാംസണിനുള്ളതാണ്. 2013 IPL സീസണിൽ വിക്കറ്റ് കീപ്പറായിരുന്ന് ധോണി അടിച്ചുകൂട്ടിയ 461 റൺസ് എന്ന റെക്കോർഡാണ് 13 വർഷങ്ങൾക്ക് ശേഷം സഞ്ജു പഴങ്കഥയാക്കിയത്. ഈ സീസണിൽ ചെന്നൈയുടെ മുൻനിര തകരുമ്പോൾ പലപ്പോഴും ക്രീസിലെത്തി രക്ഷകനാകുന്നത് സഞ്ജുവാണ്. മിഡിൽ ഓർഡറിൽ ചെന്നൈയുടെ നെടുന്തൂണായി മാറിയ സഞ്ജു ധോണിയുടെ പാരമ്പര്യം ഒട്ടും ചോർന്നു പോകാതെ കാത്തുസൂക്ഷിച്ചു. ധോണി ഡഗ് ഔട്ടിലിരുന്ന് കൈയടിക്കുമ്പോൾ മൈതാനത്ത് വിനാശകാരിയായ ബാറ്റിംഗിലൂടെ സഞ്ജു ചരിത്രം തിരുത്തിക്കുറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ബാറ്റിംഗിൽ മാത്രമല്ല, വിക്കറ്റ് കീപ്പിംഗിലും സഞ്ജു സാംസൺ ഈ സീസണിൽ ഒരു കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷനാണ് കാഴ്ചവെച്ചത്. ധോണിയുടെ ആ മിന്നൽ വേഗതയിലുള്ള സ്റ്റംപിങ്ങുകൾ ഓർമ്മിപ്പിക്കുന്ന രീതിയിലായിരുന്നു സഞ്ജുവിന്റെ ഗ്ലൗസ് വർക്കുകൾ. സ്പിന്നർമാരായ ഹോസൈന്റെയും നൂർ അഹമ്മദിന്റെയും പന്തുകളിൽ കണ്ണഞ്ചിപ്പിക്കുന്ന വേഗതയിലാണ് സഞ്ജു ഈ സീസണിൽ സ്റ്റംപിങ്ങുകൾ നടത്തിയത്. ബാറ്റ്സ്മാൻ ക്രീസ് വിട്ട് ഒരടി മുന്നോട്ട് വെക്കാൻ ആലോചിക്കുന്നതിന് മുൻപ് തന്നെ ബെയിലുകൾ തെറിക്കുന്ന കാഴ്ച ആരാധകരെ അത്ഭുതപ്പെടുത്തി. പല മത്സരങ്ങളിലും സഞ്ജുവിന്റെ വിക്കറ്റ് കീപ്പിംഗ് മികവിലാണ് ചെന്നൈ നിർണായക വിക്കറ്റുകൾ നേടിയത്. വിക്കറ്റിന് പിന്നിൽ സഞ്ജു കാണിക്കുന്ന ആ അസാധ്യ ഏകാഗ്രതയും ശാന്തതയും ചെന്നൈ ബൌളർമാർക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. ധോണി എന്ന ഇതിഹാസത്തിന്റെ വിടവ് ടീമിൽ ഒരിടത്തുപോലും അനുഭവപ്പെടാത്ത രീതിയിലാണ് സഞ്ജു കളം നിറഞ്ഞത്. സഞ്ജു ഈ സീസണിൽ CSKക്കായി ചെയ്ത കാര്യങ്ങൾ സമാനതകളില്ലാത്തതാണ്. വിക്കറ്റ് കീപ്പിംഗ് ഗ്ലൗസുകൾ ഏറ്റെടുത്തു. ധോണിയുടെ അഭാവത്തിൽ ടീമിലെ ഏറ്റവും ഉത്തരവാദിത്തമുള്ള ജോലി സഞ്ജു ഭംഗിയായി കൈകാര്യം ചെയ്തു. നേതൃപാടവം പകർന്നു നൽകി. ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദ് പലപ്പോഴും തന്ത്രങ്ങൾ മെനയാൻ ബുദ്ധിമുട്ടിയപ്പോൾ മിഡിൽ ഓവറുകളിൽ ഫീൽഡ് സെറ്റ് ചെയ്യുന്നതിലും ബൌളർമാർക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നതിലും സഞ്ജു മുന്നിൽ നിന്നു. ബാറ്റിംഗിലെ മാസ് പ്രകടനം. ടീം പരാജയത്തിന്റെ അഗാധതയിലേക്ക് വീഴുമ്പോൾ ക്രീസിലെത്തി റൺ റേറ്റ് ഉയർത്തുകയും മാച്ച് വിന്നറാകുകയും ചെയ്തു. ലെഗസി കാത്തുസൂക്ഷിച്ചു. ധോണിയുടെ റെക്കോർഡുകൾ തകർക്കുമ്പോഴും ഈ ഇതിഹാസ താരത്തോടുള്ള ആദരവ് ഒട്ടും കുറയ്ക്കാതെയാണ് സഞ്ജു മുന്നോട്ടു പോകുന്നത്. ധോണി വശത്തിരുന്ന് ഉപദേശങ്ങൾ നൽകുമ്പോൾ അത് കൃത്യമായി മൈതാനത്ത് നടപ്പിലാക്കുന്ന ഒരു ഉത്തമ ശിഷ്യനായി സഞ്ജു മാറി. ഇത് തന്നെയാണ് ചെന്നൈ ആരാധകരെ സഞ്ജുവിലേക്ക് കൂടുതൽ അടുപ്പിച്ചത്. സഞ്ജു സാംസൺ എന്ന മലയാളി താരം ചെന്നൈ സൂപ്പർ കിങ്സിന്റെ നെഞ്ചിലെ തുടിപ്പായി മാറിക്കഴിഞ്ഞു. ഈ സീസണിലെ പ്ലേ ഓഫ് പോരാട്ടങ്ങളിൽ ചെന്നൈക്ക് മുന്നോട്ടു പോകണമെങ്കിൽ സഞ്ജുവിന്റെ ഈ അവിശ്വസനീയമായ ഫോം തുടരുക തന്നെ വേണം. ധോണി കെട്ടിപ്പടുത്ത സാമ്രാജ്യം ഇനി ഭരിക്കാൻ ഏറ്റവും യോഗ്യൻ സഞ്ജു തന്നെയാണെന്ന് ഈ സീസണിലെ ഓരോ മത്സരങ്ങളും തെളിയിക്കുന്നു. ധോണിയുടെ റെക്കോർഡ് തകർത്ത സഞ്ജു സാംസൺ തന്നെയാണോ ചെന്നൈയുടെ അടുത്ത യഥാർത്ഥ നായകൻ?
വിക്കറ്റ് കീപ്പിംഗിൽ ധോണിയുടെ ആ മിന്നൽ വേഗത സഞ്ജുവിൽ നിങ്ങൾ കാണുന്നുണ്ടോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. കൂടുതൽ എക്സ്ക്ലൂസീവ് ക്രിക്കറ്റ് വാർത്തകൾക്കും സഞ്ജു സാംസൺ വിശകലനങ്ങൾക്കുമായി സ്പോർട്സ് പിച്ച് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്